ഗസയിലെ വംശഹത്യയിലും ബന്ദിമോചനത്തിലെ പരാജയത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മാത്രമല്ല, തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗുറിനെതിരെയും വൻ എതിർപ്പാണ് ഇസ്രായേലികൾക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണത്തിനാണ് തെൽ അവീവിലെ ബീച്ച് സാക്ഷ്യം വഹിച്ചത്. ബെൻഗുറിനെ ഒരു കൂട്ടം ഇസ്രായേലുകാർ ബീച്ചിൽ നിന്ന് പുറത്താക്കി. കൊലയാളിയെന്ന് വിളിച്ചായിരുന്നു തെൽ അവീവിലെ ഒരു ബീച്ചിൽ നിന്ന് ബെൻഗുറിനെ പുറത്താക്കിയത്. ഇയാളും കുടുംബവും ബീച്ചിലെത്തിയപ്പോൾ ആക്രോശിക്കുന്ന ചില ഇസ്രായേലുകാരുടെ ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. നിങ്ങളൊരു കൊലപാതകയാണ്, തീവ്രവാദിയാണ്, ബന്ദികൾ ഗസയിൽ മരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കടൽ തീരത്ത് ഉല്ലസിക്കാൻ ധൈര്യം കിട്ടി? ഒരു ഇസ്രായേലുകാരൻ രോഷത്തോടെ ചോദിച്ചു. ബെൻഗുറിന് നേരെ ഒരു സ്ത്രീ മണൽ വാരി എറിയുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഇവരെ അറസ്റ്റ് ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബെൻഗുറിനെ ബീച്ചിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. അതേസമയം പൊതുപ്രവർത്തകന് നേരെ അതിക്രമം നടത്തിയത് ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 27-കാരിയായ സ്ത്രീയാണ് അറസ്റ്റിലായത്. നിരവധി പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം മന്ത്രി കടൽ തീരത്ത് നിൽക്കുമ്പോഴായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. പാർട്ടി ചെയർമാനും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബെൻഗുറും മറ്റ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുമാണ് ഹമാസുമായുള്ള ബന്ദി കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന വികാരം ഇസ്രായേലുകാർക്കിടയിൽ ശക്തമാണ്. പ്രതിപക്ഷവും ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ബെൻഗുറിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തീവ്ര വലതുപക്ഷമായ ഒസ്മ യഹൂദ് പാർട്ടിയുടെ നേതാവാണ് ബെൻഗുർ. ഗസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇയാളുടെ നിലപാടുകൾ പലപ്പോഴും ഇസ്രായേലിലെ പൊതുജന പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗുർ നേരത്തെ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എതിർപ്പുകളും നിരോധനവും മറികടന്ന് പലവട്ടം കിഴക്കൻ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ കടന്നുകയറി പ്രാർത്ഥന നടത്തിയിട്ടുള്ള മന്ത്രിയാണ് ബെൻഗുർ. ആഗസ്റ്റ് 13-നായിരുന്നു ഏറ്റവും ഒടുവിലത്തെ സംഭവം. അന്ന് ഇയാളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജൂതരാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നുകയറി പ്രാർത്ഥന നടത്തിയത്. ബെൻഗുറിനൊപ്പം മന്ത്രിയായ യിത്സാക്ക് വാസർലോഫും ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളും അണിനിരന്നിരുന്നു. മസ്ജിദിനകത്ത് ജൂതമത പ്രാർത്ഥനയ്ക്ക് നിരോധനമുണ്ട് എന്നിരിക്കെയായിരുന്നു കടന്നുകയറ്റം. പള്ളിയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ മാർച്ചിന് ഇസ്രായേൽ പോലീസ് സുരക്ഷ ഒരുക്കിയതായും പരാതിയുണ്ട്. ഈ സമയം മുസ്ലിം വിശ്വാസികൾക്കകത്ത് പോലീസ് പ്രവേശനം വിലക്കിയതായും നിയന്ത്രണം കൈയാളുന്ന മസ്ജിദ് കമ്മിറ്റി പ്രതിനിധി പറഞ്ഞിരുന്നു. തീവ്ര വിദ്വേഷ നിലപാടുകൾ കൊണ്ടും കുപ്രസിദ്ധനാണ് ബെൻഗുർ. അതേസമയം 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഗസയിലുണ്ടെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലെ വെടിനിർത്തൽ ബന്ദിമോചന കരാറുകൾക്കായി US-ഉം ഖത്തറും ഈജിപ്തും ശ്രമിച്ചു വരികയാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കടുംപിടുത്തം കാരണം ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിനിടയിലും ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരത അരങ്ങേറുന്നുണ്ട്. സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് മേലെയും അധിനിവേശ സേന ബോംബിടുകയാണ്. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 40,900 ഫലസ്തീനികളാണ് ഇതിനകം കൊല്ലപ്പെട്ടത്. 94,200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ഉപരോധം കാരണം ഭക്ഷണം, ശുദ്ധജലം, മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമത്തിലാണ് ഗസ.